കഴിയുന്നത് ധോണി കളിക്കുന്നത് മുംബൈക്കാണോ പഞ്ചാബിനാണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുംബൈ. ഈ രണ്ട് ചോദ്യം വാലിഡ് ചോദ്യമല്ല, ഒരു രസമായി ചേച്ചിട്ട് നാളെ ഇവിടെ തലക്ക് രണ്ട് മുട്ട പൊട്ടിക്കുന്നു. Okay guys, and the plan. ഹലോ അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു ഷാസിൽ ആൻഡ് ഫെബിൻ വ്ളോഗ്സ്. ഗൈസ്, ഇത് നമ്മളെ സെക്കൻഡ് വ്ളോഗാണ്. ഫസ്റ്റത്തെ വ്ളോഗ് നിങ്ങളെ സപ്പോർട്ടും കമൻസും ഷെയർസും ലൈക്സും ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 100K മുകളിൽ വ്യൂസ് വന്ന് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതുകൂടാതെ നമ്മളെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസും കൂടിയായി. എ വെരി ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇത് ഓൾമോസ്റ്റ് നടന്നത്. നിങ്ങളെ കമൻസൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷമായി. ഗൈസ്, ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെക്കൻഡ് വ്ളോഗ് കപ്പിൾ ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു പ്രാങ്ക്, ചെറിയ പ്രാങ്കുമായി ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വന്നത്. എന്താന്ന് പറയാൻ, നിങ്ങൾ ഈ വ്ളോഗ് മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ കപ്പിൾ ചാലഞ്ച് ജയിക്കുന്നത് ഫെബിനായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഈ വ്ളോഗിൽ അവളെ പറഞ്ഞ് കൺവിൻസ് ആക്കി, ബ്രെയിൻ വാഷ് ആക്കിയിട്ട് അവളെ തോപ്പിച്ചു. ഞാൻ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരൊറ്റ ആൻസർ ഇതുവരെ അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അതിൽ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ജയിക്കുന്നതും തോക്കുന്ന ആളെ തലയിൽ മുട്ട പൊട്ടിക്കുന്നത്, അതായത് ഓളെ തലക്ക് മുട്ട പൊട്ടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ്, വാച്ച് ഇറ്റ്. അപ്പോൾ ഓൾക്ക് ഇതുവരെ അറിയില്ല ഇത്. ഞാനിതിപ്പോൾ ഓൾക്ക് ഈ വീഡിയോ എല്ലാം എഡിറ്റാക്കി പോസ്റ്റ് ചെയ്യുന്ന ദിവസമേ ഈ സംഭവം ഓൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, വാച്ച് ഇറ്റ് ഫുള്ളി ആൻഡ് നിങ്ങൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരുക. ഇപ്പോൾ ഇതാ ഞാൻ എങ്ങനെ ഓളെ തലയിൽ മുട്ട പൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ. ഹലോ, അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു ഷാസിൽ ആൻഡ് ഫെബിൻ വ്ളോഗ്സ്. കഴിഞ്ഞ പ്രാവശ്യം കുറേ ആൾ പറഞ്ഞു ഫെബിൻ തീരെ ആക്റ്റീവ് ഇല്ല, ഫെബിൻ ഷാസിൽ ഭയങ്കര ആക്റ്റീവാണ്, ഫെബിൻ എന്താ ഇങ്ങനെ. അതുകൊണ്ട് എൻ്റെ ഈ വ്ളോഗിൽ ഞാൻ ഫുൾ ട്രൈ ചെയ്യും ആക്റ്റീവ് ആവാൻ. പിന്നെ കുറേ സജഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് വ്ളോഗിൽ. സെക്കൻഡ് വ്ളോഗ് എന്ത് ചെയ്യണമെന്നും കുറേ പ്രാങ്ക് വന്നു, പിന്നെ ഡേ ഇൻ ലൈഫ്, പിന്നെ ഹോം ടൂർ. അപ്പം നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് ചാലഞ്ചാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ ഈ നമ്മൾ എല്ലാവരും എന്താ സജഷൻസ് എന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാർട്ട് 2 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പാർട്ട് 2 എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ബോറടിക്കുമോ എന്നുള്ള ഇതിലാകുമ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് മാറ്റിപ്പിടിക്കാം. ഒരു 3-4 എപ്പിസോഡ് മാറ്റിപ്പിടിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതിലേക്ക് നമുക്ക് കൊണ്ടുവരാനുള്ള പ്ലാനിലാണ് ഉള്ളത്. യെസ്. അപ്പോൾ പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Q&Aയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാത്തതുണ്ട്. അപ്പോൾ എല്ലാ എപ്പിസോഡിലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ ഇങ്ങനെ ഓരോരോ ആൻസർ പറഞ്ഞിട്ട് നമുക്ക് കവറപ്പ് ചെയ്യാൻ നോക്കും എന്താണ് എന്നുള്ളത്. വരില്ല. ഓക്കെ. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ, അതിൽ മെയിൻ കമൻസ് വന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏജ് അല്ലെങ്കിൽ നമ്മൾ 2 കുട്ടികൾ ഉപ്പ ഉമ്മ എങ്ങനെയാ, അതായത് എന്താന്നുള്ള യങ്ങായിട്ട് തോന്നിക്കുന്നത് അങ്ങനെ എങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കുട്ടികളായാലും അവർ ഫുൾ സൈഡായിട്ട് എന്താ പറയുക, നമുക്ക് കുട്ടികളായി അവർ പുറത്തിറങ്ങൂല അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എന്തിനാ നമ്മൾ ലൈഫ് വെറുതെ വേസ്റ്റ്. നമ്മളെ ഒരു ഗ്യാപ്പിലാണ് എല്ലാ സംഭവങ്ങളുമാണ്. 20 to 30 ഏജ് സ്പാനിൽ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന് നമ്മളെ ജോബ് കിട്ടുന്ന ടൈം, ഒന്ന് നമ്മൾ കല്യാണം കഴിക്കുന്ന ടൈം, ഒന്ന് കുട്ടി ഉണ്ടാകുന്ന ടൈം. ഈ 3 ടൈമും 3 ഡിഫറെൻറ്റ് ചേഞ്ചസ് ആണ് ആൾക്കാർക്ക് വരുന്നത്. അപ്പോൾ അതിൽ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ലൈഫ് സ്റ്റൈൽ, കുറച്ച് നല്ല ജോബ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടും. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞത്? ഓക്കെ. രണ്ടാമത്തെ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കംപ്ലീറ്റ് മാറുന്നു. എങ്ങനെ ഒരു ലൈഫ് അവരുടെ വിചാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്നത് തന്നെ കല്യാണം കഴിക്കാൻ. ഞാൻ ഇപ്പം എൻ്റെ ഞാനൊരു തീർന്നുള്ള എന്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് വലിയ വയറെല്ലാം വെച്ചിട്ട് ഞാൻ പറയും, എടാ ഇതെന്ത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വയറെല്ലാം വെച്ചിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ നമ്മൾ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി പറയുന്നത് അറൗണ്ട് 70 ആണ്. അപ്പോൾ അതിലാകെ 20-25 വയസ്സിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ചിന്ത നമ്മളെ മൈൻഡിൽ വരുന്നത്.
എനിക്കറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ ഓരോരാൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചേഞ്ച്. അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പുറത്ത് വരുന്നില്ല, മുമ്പത്തെ ഒരു ഇത് വരുന്നില്ല. അത് സംഭവം അങ്ങനെ ഉണ്ട്. പിന്നെ കുട്ടികൾ റെസ്പോൺസിബിലിറ്റി കൂടുന്നുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ബാലൻസ് ചെയ്യുക, അത്ര തന്നെ. അതുകൊണ്ട് നമ്മളെ ഇതിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യങ് ആയിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നു. കുറേ മദേഴ്സ് അവർ തന്നെ നോക്കൂല, എന്താ പറയാ, മെയിൻറ്റെയിൻ ചെയ്യൂല. അതന്നെ പെണ്ണുങ്ങള് ഒരു വയസ്സായി അവർ പറയും നമ്മൾക്ക് കുട്ടികളായി, നമ്മൾ വയസ്സായി. അതുകൊണ്ടാണ് മൈൻഡ് സെറ്റിലാണ് എല്ലാവരും. നമ്മൾ ഫുള്ള് യങ് ആയിട്ട് തന്നെ നമ്മള് മൈൻഡ് സെറ്റ് എങ്ങനെയുള്ളത്. നമ്മൾ ഒരു 40 years ആയി കഴിഞ്ഞാൽ നമ്മൾ 26 years ഉള്ള മൈൻഡിൽ തന്നെ പോകാനുള്ള പ്ലാനിലുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ ഒരു യങ് ഏജ് എന്നുള്ള ഒരു ഐ മീൻ ഒരു ഇത് വരുന്നത് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ സെക്കൻഡ് വ്ലോഗിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇന്ന് എക്സൈറ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവമുണ്ട്, ഇത് നമ്മൾ തിരിച്ചിട്ട് ഈ സാധനം ഇവിടുത്തെ വരെ വരുമല്ലോ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്ന ഒരു ടൈം ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ ഇവൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ആൻസർ പറയാൻ വേണ്ടിയിട്ട് ഇത് തീരുമ്പോ ടൈം ഔട്ടായി. ഓക്കെ, അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇവിടെ എനിക്ക് ഞാൻ എങ്ങനെയോ ചോദിച്ചു ഇവളോട് 5 ക്വസ്റ്റ്യൻ എനിക്ക് പറഞ്ഞു നോക്കി. ഞാൻ ഇവിടെ സിസ്റ്ററിനോടും എല്ലാവരോടും ചോദിച്ചിട്ട് കിട്ടുമെന്ന് നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല. ഞാനും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ നോക്കാം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആരാ ജയിക്കും എന്നുള്ളത്. ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവള് ജയിച്ചെന്ന് വിചാരിച്ചോ, ഇവൾ എൻ്റെ തലയിൽ മുട്ട പൊട്ടിക്കും. ഞാൻ ജയിച്ചില്ലെങ്കിൽ ഇവളെ തലക്ക് മുട്ട പൊട്ടിക്കും. എനിക്ക് എത്ര എത്ര വേണം നീ അത് നോക്കാം. 2 ആണെങ്കിൽ 2 ആക്കുക, 1 1 എൻ്റെ ഇഷ്ടം. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. 1 പണിഷ്മെന്റ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മളെ വ്ളോഗിലേക്ക് എന്താ പറയാ കിടക്കാം. ഞാൻ ഫസ്റ്റ് ചോദിക്കണ്ടേ? ഓക്കെ, എൻ്റെ ഫസ്റ്റ് ചോദ്യം എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഞാൻ വേറൊരു കാലം വീഴും കിട്ടും. എന്താ അറിയോ, നമ്മളെ ഫസ്റ്റ് വ്ളോഗ് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 month ശേഷം നമ്മൾ സെക്കൻഡ് നമുക്ക് ഷിഫ്റ്റിങ്ങും പിന്നെ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്, അതിന്റെ ഷോപ്പിങ്ങും എല്ലാം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായി പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീഡിയോസ് ചെറിയ വീഡിയോസ് പോലും എടുക്കാൻ പോലും ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു നമ്മൾ മാക്സിമം ഇനി കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററിന്റെ കല്യാണം ഉണ്ട്, അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവ് ആവാൻ നോക്കും. അതുവരെ നമ്മൾ എങ്ങനെയെങ്കിലും ആയിട്ട് നീ ചെയ്യാന്ന് വിചാരിക്കും. 100K അതുകൂടാതെ നല്ല അടിപൊളി കമന്റ്സും ആയിരുന്നു എല്ലാവരും. സൂപ്പർ കമന്റ്സ്, വളരെ ഹാപ്പി ആയി. കുറെ ആൾക്കാർ ഇങ്ങോട്ട് പേഴ്സണലി വിളിച്ചു. നമ്മൾ അറിയാത്ത ആൾക്കാർ തന്നെ പേഴ്സണലി കുറച്ച് നല്ല ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ നമ്മളടുത്ത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് വിട്. എനിവേസ് നമുക്ക് നമ്മളെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. തോക്കാൻ റെഡിയല്ലേ? ഫസ്റ്റത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഈസിയാണ്. ഫസ്റ്റത്തെ എനിക്ക് എന്താ പറയുക, ഒന്ന് നീ ജയിക്കട്ടെ വിചാരിച്ച് ഞാൻ ആയിക്കോട്ടെ, അതിനായിട്ട് നീ വിചാരിക്കാം. ഓക്കെ, നെയിം കൺട്രീസ് വി ട്രാവൽഡ് ആഫ്റ്റർ മാരേജ്. Your time starts now. Thailand, Amsterdam, Switzerland, Paris, Spain, Russia. അഞ്ചെണ്ണം പറയായിരുന്നു. ഇല്ലില്ല, നീ ആകെ 4 പറഞ്ഞിട്ട് 4 പറയുമ്പോ ഇവിടെ സംഭവം. ഞാൻ 5 countries ആണ് ശരിക്കും. നീ എന്തെല്ലാം പറഞ്ഞ? തായ്ലൻഡ്, പിന്നെന്താ പറഞ്ഞ? പാരീസ് അല്ല, ഫ്രാൻസ്. പക്ഷെ നീക്ക് എങ്ങനെ എന്റെ ക്വസ്റ്റ്യൻ അറിഞ്ഞുണ്ടല്ലോ. ഓക്കെ, പോയിന്റ് കൊടുത്തേക്കാം. പോട്ടെ, എന്തായാലും നീ തോറ്റിട്ടുള്ള ഞാൻ എനിക്ക് ഒരു പോയിന്റ് തന്നെ. നീ തോറ്റിട്ടുണ്ടായി. പക്ഷെ ഞാൻ നിനക്ക് പോട്ടെ. കുറേ കൺട്രീസ് ഉണ്ട്, 10 കൺട്രി ഇല്ല. അതിൽ എനിക്ക് ഇത്ര സ്പീഡ് 4 തന്നെ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോ ഇതിലെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ വിട്ട് പോട്ട്. എനിക്ക് വേണ്ടിട്ട് ഞാനത് ഓക്കെ, ഗോ ഓൺ. സെക്കൻഡ് വെരി മച്ച്. കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദിച്ചു. ഞാൻ എനിക്ക് വളരെ ഈസി ആക്കിട്ട് തന്നു. കറിയില്
എന്തെല്ലാം പൊടിയാണ് നമ്മള് ഇടല് ലൈക്ക് എന്തൊക്കെയാ ബേസിക് അതോ ഇതെന്താ കറി പൗഡർ ഞാൻ കിച്ചണിൽ വരാത്തത് എനിക്ക് അറിയാം. നീയല്ല പറയുന്നത് യൂക്കിണ്ടാകുമ്പോ ചിക്കൻ കറിയിലെ അത് യൂക്കെ ചിക്കൻ കറിന്റെ ആ പൊടി മതി ചിക്കൻ കറി പൊടി ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചിക്കൻ ഇടാ, പിന്നെ മല്ലിച്ചപ്പ് ഇടാ, പൗഡർ എന്ത് പൗഡർ? പൗഡർ പേര് ഓർമ്മയില്ല. ഫുൾ തിരക്കുള്ള ഈ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതൊന്നും ഞാൻ കിച്ചണിൽ കേറലേ ഇല്ല എന്നുള്ളത്. അപ്പൊ അതിലെങ്ങനെ എനിക്ക് ഈ മൈൻഡിൽ ഉണ്ടായില്ല അത് എപ്പോ 5-6 കൊല്ലം ഒരു ബേസിക്കും ഇല്ല. നീ ആളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങക്ക് മുളക് പൊടി അറിയാം, മല്ലിപ്പൊടി അറിയാം, മഞ്ഞപ്പൊടി അറിയാം, ഉപ്പ് ഓൾസോ പ്രശ്നം. എടി നീ അതിലൊരു നമ്പർ പറയാം, 4 എണ്ണം. ഇത് പറഞ്ഞു നീ അതിൽ എന്തെല്ലാം ഇടാൻ എന്ത് യു ആർ ഔട്ട് ഞാൻ ചോദിക്കുന്നത് നിനക്ക് കിടിലായിട്ട് എനിക്ക് പറഞ്ഞു കൃത്യമായിട്ട് പറയാ. നീ ഇത് ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് കൊറേ നിന്റെ നമുക്ക് ഞങ്ങൾക്ക് കിച്ചൺ തന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കും. ഓക്കെ ഓക്കെ മേക്ക് നോയ്സ് ഓഫ് 5 animals. Your time starts now. Bow bow. Meow meow. Quack 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 quack. ഡെക്കിന് ക്വാക്കൊന്നുമില്ല. ഓക്കെ കഴിഞ്ഞ് തോറ്റ് നിനക്ക് കിട്ടിയില്ലേ? 4 പറഞ്ഞ് തരൂല, 5 ആണ്. അപ്പോ 1-1. അടുത്തത് ഓക്കെ 4 കൺട്രീസിന്റെ കൺട്രീസ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പറയാം. നൈജീരിയ, നവംബർ ഡിസംബർ ഇങ്ങനത്തൊന്നും ചോദിക്കില്ല. നിനക്ക് ഞാൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നീ കൺട്രീസ് നമ്പർ നെതർലാൻഡ് ഉണ്ട്, നൈജീരിയ ഉണ്ട്, നോർവേ ഉണ്ട്, നേപ്പാൾ. പറ പിന്നെ പറ കഴിഞ്ഞ നിനക്ക് 5 എണ്ണല്ലേ പറഞ്ഞേ? ഓക്കെ ന്യൂസിലാൻഡ് എത്ര ഉണ്ട്? അതൊന്നും ഇല്ല. ഇതിൽ ആ ടൈമിൽ എത്ര നമുക്ക് പറയാൻ പറ്റും അതാണ്. ഞാൻ കളിക്കുന്നില്ല. ഈ ഫുൾ കളർ നോക്കുന്നുണ്ടല്ലോ. വെജിറ്റബിൾ എങ്ങനെയാ? അല്ല മറ്റേ കറിയിൽ ഇടുന്ന കാര്യങ്ങൾ എനിക്ക് എങ്ങനെ അറിയാം? എനിക്ക് അറിയില്ലെന്ന് അറിയുന്നതാണ്. ഇത് പറയുന്നതാണ് ഞാൻ UK ഉണ്ടാവുമ്പോ അവൻ തന്നെയാണ് കറി എപ്പോഴും വെക്കുന്നുണ്ടായിരുന്നു 3-4 years. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു പൊടി ഉണ്ട് ഞാൻ പറഞ്ഞ സോൾട്ട് ആവാം, ഉപ്പാവാം, 3-4 years അല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6-7 ഞാൻ ഇത് ഈ ഓർത്തിട്ട് കാര്യങ്ങളുണ്ട്. നിന്റെ മിസ്റ്റേക്ക് അത്. ഓക്കെ എനിവേസ് അടുത്തത് എന്റെ ഒരു മറ്റേ ഇതാണ് ഒരു പിസ്ത ബദാം എന്ന മറ്റേ സാധനം വെച്ചിട്ടുണ്ട്. എനിക്ക് 3 എണ്ണം മനസ്സിലായ എനിക്കില്ലേ ടൈമുണ്ട്. ഈ ബദാമും ഇതും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഞാൻ യുവർ ടൈം ഇത് 2 സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ വേണിതാ ക്യാമറയിൽ കാണിച്ചു ഫുള്ളായിട്ട്. അടുത്ത ബദാമുണ്ട്, ഇത് പാസ്ത. അപ്പൊ ഇത് 2 സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം കഴിഞ്ഞ് ഏടെ ഹലോ കഴിഞ്ഞ്. ഹലോ എന്തിന് ഇത്ര അധികം നീട്ടിനെ? ആരെല്ലാം ചെയ്യാൻ പറ്റും. ഇത് കളക്കടയാണ്. ഓക്കെ ഇത് ഇത്ര സാധനം കുറച്ചിട്ട് ഇടാം. ഇതെല്ലാം ഈസിയാണ്, എനിക്ക് ചെയ്യാൻ പറ്റും. ഇത് കൊറേ ഉണ്ട്. ഇല്ലാന്ന് നീ തോക്കുമ്പോ നിനക്കിത് പ്രശ്നം. ഞാൻ തോറ്റ ഞാൻ വിട്ടിരുന്നു. കഴിഞ്ഞ് ഇതെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
നിനക്ക് ഞാൻ ചെയ്ത് കാണിച്ചു പിന്നെ വിട്ടോ നിനക്ക് ഞാൻ ചെയ്ത് കാണിച്ചു നിനക്ക് ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തന്നാ ഒരു മിനിറ്റ് ഞാൻ എനിക്ക് ചെയ്ത് കാണിച്ചു തന്നാ എന്നാ ഓക്കെ നീ ആടെ പറ്റും എനിക്ക് ഇപ്പൊ കാണിച്ചത് ഇവിടെ വരും ഞാൻ ടൈം കൊടുത്തിട്ടാണ് ആ നീ പറ ഞാൻ ഇരിക്കുന്നവരെ ഇരിക്കട്ടെ അല്ല താല് വേണ്ട ഇതാ ചെയ്യണ്ടേ എന്താ അറിയോ എന്നോട് ഞാൻ രണ്ടെണ്ണത്തിൽ മാറി മാറി ഇടണമെന്ന് പറഞ്ഞോ ഒന്നിലും ഇടാൻ പറഞ്ഞു യു ഹാവ് ടു ബി സ്മാർട്ട് എനിക്കത് ഇല്ല നീ വെറുതെ ആളെ തോപ്പിക്കാൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പറ്റും ഞാനല്ലേ ചോദിക്കണ്ട ഞാൻ ചോദിച്ചേ അടുത്ത നീ ഓക്കെ നെക്സ്റ്റ് ഒരു സംഭവമാണ് ചെയ്യേണ്ടത് ഇത് പാലാണ് പറയാ ഇത് മുട്ടയാണ് മുട്ട ഞാൻ പൊട്ടിച്ച് ചെയ്തു അല്ല ഒരു മിനിറ്റ് പൊട്ടിച്ചിട്ട് കുടിക്കണോ ആ ടൈമില് ഇതല്ലേ എന്ത് അതല്ല എന്റെ ഇഷ്ടം എന്ത് തരുന്നു നീ അല്ലാതെ തീരുമാനം ഞാൻ മഞ്ഞ തിന്നൂലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫുള്ളി ഞാൻ കലക്കി ചെയ്യും അതിൽ മഞ്ഞവും വെള്ളവും എല്ലാം ഓക്കെ അത് കൂടാവുള്ളൂ ഇന്ന് രാവിലെ ഞാൻ അറിയാണ്ട് ഓർക്കണ്ടില് 2 ടീസ്പൂൺ പഞ്ചസാര ഇടേണ്ട പകരം ചായക്ക് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു എനിക്ക് അപ്പൊ എനിക്ക് ഓർമ്മ വന്നു ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്താൽ എങ്ങനെ ഉണ്ടാവും അടിപൊളിയായിരിക്കും ഇതിപ്പോ നീ ജിമ്മിനെല്ലാം എല്ലാവരും കുടിക്കുന്ന സാധനമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിക്കോട്ടെ ഉപ്പ് കുടിക്കാൻ പറ്റൂല അതല്ലേ എനിക്ക് ഇങ്ങനെ ജയിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഞാൻ ഇങ്ങനത്തെ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ കുടിക്കുന്നൊന്നുമില്ല ഉപ്പ് നീ ഇടണ്ട എനിക്ക് വേണമെങ്കിൽ ഞാൻ പോക്കോ തരാം ഞാൻ കുടിക്കില്ല അത് വേണ്ട നീ വേണ്ട ഉപ്പിട്ട് എനിക്ക് രാവിലെ ഞാൻ കണ്ടിട്ട് കുടിക്കാൻ പറ്റില്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞല്ലേ ഇത് കുടിക്കേണ്ടത് തന്നതിന് ഓക്കെ ഇത് കുടിക്കാൻ പറ്റാത്ത സാധനം കുടിക്കാൻ പറ്റാത്ത സാധനം നോക്കട്ടെ ഒരു മിനിറ്റ് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ആ കലക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ ആരും നോക്കട്ടെ നോക്കട്ടെ ഒരു മിനിറ്റ് നീ എന്നെ കുടിച്ചോ നിനക്ക് വേണ്ട ഞാൻ തോറ്റ് കഴിഞ്ഞില്ല നീ എന്ത് പറയുന്ന അതിനെ കുടിച്ചിട്ട് മരിച്ചു നമ്മൾ എന്താന്ന് പറഞ്ഞാൽ കപ്പിൾ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം ഇത് ഒന്നും ചെയ്യാൻ പറ്റാതെ കിട്ടി അന്ന് നീ ഒന്ന് കുടിച്ച നോക്കട്ടെ നീ കുടിച്ച് അല്ല നിനക്ക് കുടിക്കാൻ പറ്റൂല്ലേ നീ കുടിച്ചു കഴിഞ്ഞാൽ സമ്മതിച്ചു ഞാൻ പിന്നെ നീ അടുത്ത ചോദ്യമേ ചോദിക്കണ്ട എനിക്ക് 2 പോയിന്റ് ഇല്ല ഞാൻ 2 പോയിന്റ് നീ കുടി ഇല്ല ഞാൻ തോക്കാനാ നിനക്ക് 2 പോയിന്റ് എന്നാ നോക്ക് ഓക്കെ ഇനിയില്ല ഇനൊന്നും ആക്കണില്ല കേട്ടോ റെഡി ഓക്കെ റെഡി 1 ഓക്കെ നീ ജയിച്ചു റെഡി 1 2 3 സ്റ്റാർട്ട് കുടിക്കാലോ കുടിക്ക ഞാൻ ഒന്നും കൂടി തിരിച്ചു തരാം വാ എന്തൊക്കെയാ അപ്പൊ ഓക്കെ ഞാൻ ജയിച്ചിരുന്നു കളി ഓക്കെ 1 ഇങ്ങോട്ട് തന്നോളാം എനിക്ക് 2 പ്രാവശ്യം തിരിച്ചു തന്നു ഒന്ന് കൂടി തിരിച്ചു തരാം കുടി 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 കുടി
അതില്ല ആ മണ്ണ് സാർ അത്ര ഉപ്പൊന്നുമില്ല ആ ഒരു മിനിറ്റ് മൂന്ന് കാണിക്കോ ക്യാമറ എടുത്തോ ക്യാമറ ആണില്ല അത് വായി കറക്റ്റ് ഇങ്ങനെ അത് കലക്കിട്ടാണ് ഫുള്ള് അതുകൊണ്ടോ കഴിയുന്നത് എനിക്ക് ജയിക്കാൻ വേണ്ടിട്ട് ഞാൻ എനിക്ക് തന്ന് എനിക്ക് പറ്റുന്നില്ല ഈ കഴിയുന്നതിന് ഓക്കെ ഗൈസ് അപ്പോ ഞാനോട് തോക്കാണ് ഇത് മാറ്റി ക്വസ്റ്റ്യൻ എനിക്ക് തന്നു എന്നിട്ട് ഞാൻ നിനക്ക് ബമ്പർ ഓഫർ ആണ് നീ അടിച്ചിട്ട് കണ്ണല്ല തുറക്ക് കാര്യണ്ട പോട്ട് നീ ഞാനൊരു കാര്യം പറഞ്ഞു ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്യാം അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് എനിക്കിപ്പോ കാണിച്ചത് നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നുള്ളത് ഇത് കാണുന്നില്ല ഞാൻ എനിക്ക് കാണിച്ചത് ചെയ്യാൻ പറ്റുന്നുള്ളത് നിനക്ക് കാണിച്ചാലും പറ്റുന്നില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കാണിച്ചാൽ എന്നാ പിന്നെ ഞാൻ ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻ വാലിഡാണ് ഞാൻ പിന്നെ പോട്ട് എനിക്ക് പോയിന്റ് ആയിട്ട് കരിയുണ്ട് എപ്പോൾ തോക്കുന്നത് ഗൈസ് നമ്മൾ മോണോപ്പൊളിയെല്ലാം കളിക്കും ഇപ്പോൾ തോക്കും എൻ്റെ കൂടെ ഒരിക്കൽ ജയിച്ചാൽ എനിക്ക് ഇതൊന്നുമില്ല ഇവ ഫുൾ ചീറ്റിംഗ് ആണ് അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഇവരുടെ ഫ്രണ്ട്സ് എല്ലാം മറ്റേ പൈസ മുക്കിയിട്ട് ഇത്ര എപ്പോഴും 100-500 ചീറ്റിംഗ് പോലെ ഇത് കണ്ടില്ല ഇപ്പൊ എന്ത് ചീറ്റിംഗ് ആണ് നീ ചോദിക്കേ എന്ത് പോയിന്റ്സ് ഇത്ര ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ റൊണാൾഡോ ആർക്കാ കളിക്കുന്നത് PSG ആണോ അർജന്റീനയാണോ എനിക്ക് ഗസ് ചെയ്തെടുക്കാം റൊണാൾഡോ ആർക്കാ ഓക്കെ ടൈമർ വേണല്ലേ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് റൊണാൾഡോ ആർക്കാ കളിക്കുന്നത് PSG ആണോ അർജന്റീന PSG ആണോ അർജന്റീനയാണോ അർജന്റീന ഒരു മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നീ എനിക്ക് പറഞ്ഞത് കറക്റ്റ് ആണോ ഓക്കെ സി ധോണി കളിക്കുന്നത് മുംബൈക്കാണോ പിന്നെ പഞ്ചാബിനാണോ ഓക്കെ നീ പറ ധോണി കളിക്കുന്നത് മുംബൈക്കാണോ പഞ്ചാബിനാണോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ മുംബൈ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ ധോണി റിട്ടയർ ആയാ നമ്മളൊരു വീഡിയോ ചെയ്ത് എനിക്ക് ഓർമ്മ ഉണ്ടാ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആയാ ധോണി റിട്ടയർ ആയിനോ ഇല്ലേ റിട്ടയർഡ് ആയാ പിന്നെന്താ ഇപ്പൊ കളിക്കുന്നുണ്ടാ നിലവിലും മുംബൈ കളിക്കുന്നുണ്ട് ഓക്കെ ഗൈസ് ഈ രണ്ട് ചോദ്യം വാലിഡ് ചോദ്യമല്ല ഒരു രസമായിട്ട് ചോദിച്ചു മുംബൈ ഒന്നല്ല CSK ചെന്നൈയും മുംബൈയും വേറെ പറയാം ചെന്നൈ ഇന്ത്യയിലാണ് കേട്ടാ നീ എന്നോട് വെജിറ്റബിൾ ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഒരു ബാക്കപ്പിന് വെച്ച് തന്നെ അല്ലെങ്കിൽ ഞാൻ ചോദിക്കണമെന്നുണ്ടായില്ല നീ എന്നെ വെജിറ്റബിൾ എവിടെ എനിക്ക് അറിയാത്ത കാര്യം ഓക്കെ നിന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ നീ ഒരു ഓക്കെ cucumber, lettuce, olives. ധോണി ചെന്നൈയിലടിക്കുന്നത് അല്ല മുംബൈ കളിക്കുന്നത് ഓക്കെ നോ പ്രോബ്ലം ഞാൻ തോൽവി സമ്മതിക്കുന്നു ഒരു ക്വസ്റ്റ്യനും കൂടി ഇല്ല ഒരു ഇപ്പൊ 1-1 അല്ല ഇപ്പൊ ഡ്രോ അല്ലേ ഹലോ 1-1 ഇപ്പൊ മുംബൈ മുംബൈ അല്ല അതിന് ആൻസർ ഇല്ല
See, it is 1-1 now. See, what you gave me, I gave it back to you. അപ്പൊ ഞാൻ പറഞ്ഞു നീ ജയിച്ചതിന് നീ ജയിച്ചു, അല്ലെങ്കിൽ എനിക്ക് 1 point. അപ്പൊ 1-1 ഓക്കെ. അല്ല 2-1. It is 2-1. 1-1 ഇല്ല നീ 2 പണ്ടിൽ ഇപ്പൊ 1-1 ഉള്ളത്. ഫുൾ കളക്കളിയാണ്. 1-1 ജയിക്കണം. അല്ല താത്തിട്ടാണ്. നീ എന്താ നീ അങ്ങനെ നിന്നെ അങ്ങനെ താത്തുന്നു. അല്ല അപ്പൊ നമുക്ക് മനസ്സിലാവൂല ഞാൻ എന്തെല്ലാം ആൻസർ ആക്കിയില്ലെന്ന്. ആൻസർ ആക്കിയിട്ടില്ല. എനിക്കുണ്ട് എനിക്ക് എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് എനിക്ക് നീ എന്നോട് 5 questions പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 5 questions ആക്കി. ഞാൻ എന്തൊക്കെയാ 8 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. എന്തിനാ അറിയോ? നീ ഇങ്ങനത്തെ കള്ളക്കളി കളിക്കും എനിക്കറിയാം. എനിക്കൊരു സാധനം ഉണ്ട്, ഞാൻ അത് വേണ്ട പോട്ട് പാവല്ലേന്ന് അറിയിച്ച് സിസ്റ്റർ പറഞ്ഞ ഓനെ ടോർച്ചർ ചെയ്യണം. പക്ഷെ നീ എന്നെ ഓൾറെഡി ടോർച്ചർ ചെയ്യാൻ നോക്കി. നീ ഇല്ല ജനുവരി ഫെബ്രുവരി ഇല്ലേ, മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ കാക്കോട്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഡിസംബർ നവംബർ ഒക്ടോബർ സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ ജൂൺ മാർച്ച് ഏപ്രിൽ. അതെല്ലാം പോസിബിൾ ആണ്. നിനക്ക് നിനക്ക് ആ കുടിക്കാൻ പറ്റുന്ന നീ എന്നെ പോസിബിൾ ആക്കാതെ നീ കുടിച്ചിട്ടില്ലല്ലോ. വേണ്ട എനിക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനല്ല ആയിരിക്കും. നീ നിന്റെ ഹസ്ബൻഡിന്റെ മേത്ത് ആക്കാൻ പറ്റുമെങ്കിൽ നീയും കൂടെ ഇതാക്കാൻ പറ്റണോ ആ ഒരു. ഓക്കെ നീ ഒരു കാര്യം ചെയ്യ്. നെക്സ്റ്റ് ഇവിടെ നിന്റെ ക്വസ്റ്റ്യൻ പറ. നീ ടോർച്ചർ ചെയ്യുന്നല്ലോ, ഒന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ ഇനി പറ എന്താ ചെയ്യണ്ടേ. ലാസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് വിട്ടേ. വെറുതെ മനസ്സിലിങ്ങനെ ഇത് കൊടുക്കരുത്. വിട്ടേ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. വേണ്ട അത് വേണ്ട, വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണം. മനസ്സിൽ ഇതില്ലാത്തത് ചെയ്യരുത്, വളരെ മോശം. ഇത് മുളക് പൊടി അത് ഇതല്ലായിരിക്കും. ഞാൻ നിർത്തി, ഞാൻ പോട്ടെ, എനിക്കിത് ഇത് തരുന്നു പോട്ടെ. ഇങ്ങനെയാണ് പെപ്പർ പൗഡറാണ്. നീ തുമ്പാൻ പാടില്ല. ഞാൻ എന്റെ മൂക്കിന്റെ അടുത്ത് വെക്കും. എത്ര ഇത് തീരാനല്ലേ? അല്ല 2 പ്രാവശ്യം. ഇത് പുതിയ റൂളൊന്നുമില്ല. നേരത്തെ സ്റ്റാർട്ടിങ് ഇത്ര ഒരു ക്വസ്റ്റ്യൻ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അന്ന് നീ അവിടെ പോയിട്ട് പോവാ, എനിക്ക് കുറെ ടൈം തരാന്നൊന്നും പറ്റ കാര്യമില്ല. ഓക്കെ അതൊന്നും എനിക്കറിയണ്ട. നീ തിരിക്കാ, ഞാൻ തിരിക്കാ, നീ തിരിക്കൂല. ഓക്കെ റെഡി? മൂക്കിലിട്ടിട്ടല്ല. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. അല്ല നമുക്ക് സംഭവം ഭരിക്കാൻ മതി. ടൈം എടുത്തത് ഞാൻ എന്നെക്കൊണ്ട് മൂക്കിലെ ആവൂല. അതിന്റെ ഭയങ്കര ഇതാണ് ഗായ്സ്. തല ഉപയോഗിച്ച് അതുകൊണ്ട് കളി ജയിച്ച്. അപ്പൊ ഇന്ന് ഇവൾ തോറ്റിരിക്കുകയാണ് ഗായ്സ്. നമ്മളെ ചാലഞ്ച് ജയിച്ചിരിക്കുന്ന നാളെ ഇവളെ തലക്ക് 2 മുട്ട പൊട്ടിക്കുന്നത്. ഞങ്ങൾക്ക് ജയിച്ചില്ല, ഇനെന്താ വേണ്ട? ഫൈനൽ ടൈ ബ്രേക്കർ പറഞ്ഞില്ലേ? കമോൺ ഗായ്സ്. ഇവൻ ജീവിതത്തിൽ എൻ്റെ കൂടെ ജയിച്ചിട്ടില്ല, ജയിക്കാനും പോകുന്നില്ല. ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം? ഞാൻ ശ്വാസം വലിച്ചില്ല. ഞാൻ വർത്താനം പറയാത്ത എന്താ അറിയോ? ഞാൻ ശ്വാസം വലിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ പോയി ഓൾമോസ്റ്റ്. അത് എനിക്ക് ശരിക്കും തേക്കാൻ പറ്റും. ഞാൻ നല്ലാക്കി പെണ്ണുണ്ടിപ്പോ. ഓക്കെ ഇവിടെ
നീ ഇത് ഫിനിഷ് ആക്ക് കഴിഞ്ഞ് നമുക്ക് ഇതില്ല ആൾക്കാർ കുറെ ടൈം ആക്കണ്ട ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറെ ടൈം എടുത്തെന്ന് പറഞ്ഞിട്ട് നീ വിജയകരമായി തോറ്റിരിക്കുകയാണ് ഗായ്സ് എന്നിങ്ങനെ കൊല്ലം നോക്കി എന്റെ മുഖത്തും വായിലും എല്ലാം ഇതാക്കാൻ പക്ഷെ വിട്ടുകൊടുത്തിട്ടില്ല കളി നമ്മൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുവന്ന് എങ്ങനെയല്ലോ ജയിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞു മുട്ട പൊട്ടിക്കുന്ന സീൻ നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം അച്ഛൻ ആവും ഇപ്പൊ ഉള്ളിൽ കയറുന്നേ പൊട്ടത്തേക്ക് അറിയില്ല കുറെ സമയം എടുക്കും എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല ഇതാക്കിയല്ല ഞാൻ വെച്ചിട്ടുണ്ട് പ്ലാനൊന്നുമില്ല കളി ജയിക്കണം ഞാൻ ജയിച്ചു അപ്പൊ ഗൈസ് എന്തായാലും കമന്റ് അടിക്കുക നമ്മൾ അടുത്ത വ്ലോഗ് നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് അടിക്കുക ഓക്കെ ടേക്ക് കെയർ സീ യു അപ്പൊ ഗൈസ് കപ്പിൾ ചാലഞ്ച് ഞാൻ ജയിച്ചിരിക്കുകയാണ് അപ്പൊ ഇവളുടെ താലത്തിനായിട്ട് ആ മുട്ട ഇപ്പൊ പൊട്ടിക്കുന്നതാണ് എന്താ പറഞ്ഞാൽ ഇവള് മുമ്പ് കുറെ ദിവസമായി മുട്ട ഇങ്ങനെ പൊട്ടിക്കണം അവളെ മുടിയൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു പിന്നെ അതുകൂടെ ഞാൻ കുറേ മുമ്പാണ് ഇവളെ മുട്ട പൊട്ടിച്ച് ഇവളെ ബർത്ത്ഡേന്റെ ദിവസം അപ്പൊ ഇതാ ഗൈസ് ഇന്ന് ഇവിടെ തോറ്റ് തൊപ്പിട്ടിട്ട് വൈറ്റ് മാത്രം നല്ല അടുക്കാടില്ല എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതാക്കില്ല കുളിച്ചിട്ട് ഓക്കെ 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 അടക്ക് അല്ലായില്ല ഓക്കെ ഗായ്സ് ഇതാ മുട്ട പൊട്ടിച്ചിരിക്കുകയാണ് നമ്മളെ ചാലഞ്ച് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാനൊരൊറ്റ ആൻസർ പറഞ്ഞിട്ടില്ല നിങ്ങൾ നോക്കിയാൽ മതി പക്ഷെ എന്നാലും ഉള്ള തലയിൽ മുട്ട പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഗായ്സ് പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൂടുതൽ വ്ളോഗ് പെട്ടെന്ന് ചെയ്യാൻ നോക്കും താങ്ക്സ് ഫോർ ഓൾ യുവർ സപ്പോർട്ട് subscribe, like, share and press the bell button.